நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സത്യം പറഞ്ഞ എനിക്ക് ആ അഞ്ജനാന്റിയെ കണ്ടപ്പോ ഒരു സിമ്പതിയാ തോന്നിയതാകില്ലേ. ഒരുപാട് അനുഭവിച്ചൊരു സ്ത്രീ. നാളെ ജീവിതം എങ്ങോട്ടാണെന്നോ എന്താണെന്നോ അറിയാതെ പതറി നിൽക്കുക അവര്. മരുഭൂമിയിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലൊരു ജീവിതം. അങ്ങനെ എനിക്ക് തോന്നിയേ. നീ പറയുന്നൊക്കെ ഞാൻ സമ്മതിച്ചു. അവര് നാളെ എന്തെന്നറിയാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ അരുണിമാന്റിയുടെ അവസ്ഥയോ? അരുണിമാന്റി നാളെ എന്തെന്നറിയാതാണല്ലോ ഇപ്പൊ കഴിയുന്നത്. ഭർത്താവിന്റെ അറിവോടെ മുൻകാമുകി എത്തി. ഇനി എന്താവും നടക്കുന്നത്? ആ പേടി ആന്റിക്ക് ഉണ്ടാവുമല്ലോ, ഇല്ലേ? അഖിലെ, ഞാൻ തർക്കിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഞാനും തർക്കിക്കല്ല സ്നേഹ, കാര്യം പറഞ്ഞതാ. നീ അഞ്ജന എന്നുള്ള സ്ത്രീയുടെ കാര്യം വൈകാര്യമായിട്ട് നോക്കിക്കാണുന്നു. ഞാനത് റിയലിസ്റ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ മേളില് നമുക്ക് നിയമപരമായിട്ട് യാതൊരു അവകാശവും ഇല്ല. അവരുടെ ഭർത്താവ് വന്നാൽ നമ്മൾ ഉത്തരം പറയണം. അതൊക്കെ പോട്ടെ, ഇത് മര്യാദയുള്ളൊരു പ്രവൃത്തിയാണോ? ആ റാണി എവിടെയാണോ ഉള്ളതെന്ന് അറിയത്തില്ല. അവളുടെ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള ബലത്തില് അവള് നാളെ ഈ വീട്ടിൽ വന്ന് എറിയുന്നിരിക്കട്ടെ. ഇറക്കി വിടാൻ പറ്റുമോ? അങ്ങനെ ഇറക്കി വിടാൻ നോക്കിയാല് അവള് പോകും തോന്നുന്നുണ്ടോ? പൂജേച്ചിയും മധുവാനിയുടെ കാണിച്ച ഒരു പമ്പര വിട്ടിത്തോ ഇത്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ല അഖിലേ, ഒരിക്കലും ഇതൊരു വിട്ടിത്തമേ അല്ല. കുറച്ചു കഴിയുമ്പോ അത് അഖിലിന് മനസ്സിലാവും. കമ്മീഷണർ ഹേമചന്ദ്രന്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. മനുഷ്യത്വപരമായി ഒരു സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന നീതി. കമ്മീഷന് കൊല്ലുവോ തിന്നുവോ എന്തു വേണോ ചെയ്തോട്ടെ. അതിനപ്പുറത്തെ ഒരു വലിയ കർമ്മമായിട്ടാ ഈ ഒരു പ്രവൃത്തിയെ ഞാൻ കാണുന്നത്. അച്ചമ്മ വരുമ്പോ എന്തൊക്കെയാ സംഭവിക്കുന്നത് നിനക്കറിയാമോ? അച്ചമ്മ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പൊട്ടിത്തെറി കഴിയുന്നത് വരെ നമ്മൾ ഇവിടെ നിൽക്കണം. അച്ചമ്മ വരുമ്പോഴും അഞ്ജന ആന്റിയോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളും അവരുടെ കൂടെ നിൽക്കണം. പിന്നെ നാളെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് നീങ്ങാനും പറ്റത്തില്ല. ദൂരെ ഒരു മരക്കൊമ്പ് ചാഞ്ഞു കിടക്കുന്നത് കണ്ട് ഇവിടെ തലകുനിച്ച് എന്തിനാ അഖിലെ പോകുന്നേ? അച്ചമ്മ വരട്ടെ, അഞ്ജന ആന്റിയെ കാണട്ടെ, ബാക്കി നമുക്ക് അപ്പ കാണാം. ദേ, ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതേ ആയിരിക്കില്ല നടക്കാൻ പോകുന്നത്. അച്ചമ്മയ്ക്ക് അഞ്ജന ആന്റിയോട് സഹതാപം തോന്നി ഇവിടെ താമസിക്കാൻ ചിലപ്പോ അനുവദിച്ചേക്കാം. കാത്തിരുന്നോ? അച്ചമ്മയല്ലേ, ഇപ്പൊ തന്നെ അനുവദിക്കും. അച്ചമ്മ ആ സ്പോട്ടിൽ അവരെ അടിച്ചിറക്കും. അച്ചമ്മ കലിതുള്ളി നിൽക്കുക. അഞ്ജനാന്റി മാത്രമല്ല, കൺമുന്നിൽ വന്ന് വിടുന്ന എല്ലാവരും അച്ചമ്മയ്ക്കപ്പ ശത്രുക്കളാ. അങ്ങനെയെങ്കിൽ അങ്ങനെ, പൊട്ടിത്തെറിയെങ്കിൽ പൊട്ടിത്തെറി. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. ഇല്ല, ഇതിന് അവസാനം ഉണ്ടാവത്തില്ലെന്ന് മാത്രമല്ല, പലതിന്റെയും തുടക്കമായി ഇത് മാറുകയും ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സത്യം, നമ്മുടെ കുടുംബത്തില് വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോവാ. മധു, മധു, നീ മധു, എന്റെ മധു, എല്ലാം കിട്ടി മധു, എല്ലാം കിട്ടി. നീ നോക്കിക്കോ, അവളകത്താ. പിന്നെ ഒരു കാര്യം, ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കുള്ളതാണേ. വസന്തേട്ടനൊന്ന് കാര്യം പറയോ? മധു, പ്രിയയുടെ സകല ഉടായ്പകളും നമ്മൾ പൊളിച്ചടുക്കാൻ പോവാ. അവളുടെ കള്ളത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് പൊളിയാൻ പോവാ. നമ്മൾ പൊളിക്കും മധു, നമ്മൾ പൊളിക്കും. നീ വാ, നമുക്കിപ്പൊ തന്നെ ഇത് അർജുനോടും പൂജയോടും പറയണം. വന്നേ, വാ. വീട് എന്റെ വസന്തേട്ടാ. ആറ്റം ബോംബ് പൊട്ടിക്കുന്നതിന്റെ ഇടയിലും ഓലപ്പടക്കം പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല എന്റെ വസന്തേട്ടാ. ആറ്റം ബോംബോ? എവിടെ? ആര് പൊട്ടിക്കുന്നു? നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എനിക്ക് ഇതെല്ലാവരോടും പറയണം. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കുള്ളതാണേ, കേട്ടല്ലോ. അത്രയും സാഹസപ്പെട്ടിട്ടാ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്.
പ്രിയ ഇതോടെ ഫ്ലാറ്റാ ഫ്ലാറ്റ്. നീ വാ, എന്നിട്ട് അർജുനോട് പൂജയോടും പറയാം. വസന്തേട്ടാ, പ്രിയയുടെ കാര്യം എനിക്ക് അറിയണം, അത് പ്രധാനം തന്നെയാ. പക്ഷെ അതിലും വലിയ കുറെ സംഭവങ്ങൾ ഇവിടെ നടന്നു. എല്ലാവരും അതിന്റെ ഒരു പേടിയിലും വെപ്രാളത്തിലും ഒക്കെയാ. അതിന്റെ ഇടയ്ക്ക് ഇന്നിനി പ്രിയയുടെ പ്രശ്നങ്ങളൊന്നും പറയാൻ പോകണ്ട. മനസ്സിലായില്ല, നീ തെളിച്ചു പറ. അഞ്ജന ചേച്ചിയില്ലേ, നന്ദേട്ടന്റെ ആദ്യ ഭാര്യ, അവര് നന്ദേട്ടന്റെ വീട്ടിലെത്തിയോ? ഓ, അതൊരു വലിയ വാർത്തയായിരിക്കുമല്ലോ. എന്നിട്ട് അമ്മ പ്രശ്നം ഉണ്ടാക്കിയോ? മൊത്തം കൊളമായി കാണുമല്ലോ. അഞ്ജന ചേച്ചി നന്ദേട്ടന്റെ വീട്ടിലില്ല. പിന്നെ പിന്നെ എവിടെയാ അവര് നിക്കുന്നേ? അതോ അവര് നാട്ടിലേക്ക് തന്നെ പോയോ? അവരിവിടെ ഈ വീട്ടിലുണ്ട്. ഇവിടെയാ? അല്ല, എങ്ങനെ? അഞ്ജന ചേച്ചി ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പുറത്തെ മുറിയില് അവരുണ്ട്. അപ്പുറത്തെ മുറിയില്ല? അയ്യോ അയ്യോ വസന്തേട്ടാ, വസന്തേട്ടാ, ശ്ശേ, അയ്യോ, ശ്ശോ, ദൈവമേ, എന്താ പറ്റിയ വസന്തേട്ടാ? അയ്യോ, അമ്മ, വസന്തേട്ടാ, അയ്യോ, നെഞ്ചു വേദന. ശ്ശോ, എന്ത് പറ്റി വസന്തേട്ടാ? ഇത് കേട്ടിട്ട് ഹാർട്ട് അടിച്ചു പോവാന്നാ കരുതിയത്. അയ്യോ, അല്ല, ആരാ അവരെ കൊണ്ടുവന്നത്? അത് ഞാനും പൂജയും കൂടി. അയ്യോ, നീ എല്ലാം ഒന്ന് തെളിച്ചു പറ. മധു, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ വസന്തേട്ടാ? നമുക്ക് എത്രയും പെട്ടെന്ന് നാട് വിടാം. ഇതൊക്കെ അറിയുമ്പോഴേ നിന്നെയും പൂജയെ അമ്മ വച്ചേക്കില്ല. പക്ഷെ ഞങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് അമ്മ അറിഞ്ഞല്ലോ. അറിഞ്ഞോ? അയ്യോ വസന്തേട്ടാ, അയ്യോ, വസന്തേട്ടാ. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ. മധു, ഞാൻ ഉള്ള കാര്യം പറയുക, ഇത്രയ്ക്കും വേണ്ടായിരുന്നു, സത്യമായിട്ടും വേണ്ടായിരുന്നു. ഇത് കൂടിപ്പോയി. എന്തു കൂടിപ്പോയെന്നു? ഇത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയൂ. എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു പെണ്ണിനെ ചതിച്ചു. ആ ചതിച്ചതിന് ഞാനും കൂടി ചേർന്ന് ചെറിയ രീതിയിൽ ഒരു പരിഹാരം ചെയ്തു. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. അയ്യോ, കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല മധു. ഏത് കാര്യവും അങ്ങനെ തന്നെയാ. ഒന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല നടക്കുന്നത്. അയ്യോ, അമ്മ ഇതറിഞ്ഞാലേ കടുങ്കൈ എന്തെങ്കിലും ചെയ്യും. നന്ദേട്ടൻ അഞ്ജന ചേച്ചിയോട് കാണിച്ച കടുങ്കയിലും വലുതൊന്നും ആയിരിക്കില്ലല്ലോ ഇത്. നീ ഒന്ന് ചുമ്മാതിരിക്കും മധു. ഇതേ സീരിയസ് ആയ സംഭവം. അതെ, സീരിയസ് ആണ്. അതെനിക്കറിയാം. ആ രീതിയിൽ തന്നെയാ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അയ്യോ, ആലോചിച്ചിട്ട് എനിക്ക് വല്ലാതെ പേടി തോന്നുവാ. അരുണിമ ചേച്ചി എന്ത് പറഞ്ഞു? അമ്മ ഇപ്പൊ എന്തായിരിക്കും വിചാരിക്കുന്നത്? ദേ മധു, അമ്മയുടെ കുടുംബസ്വത്തൊന്നും ഭാഗം വെച്ചിട്ടില്ല. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ തന്നെ ദേ ഒരു പൊടി പോലും വിഹിതം കിട്ടാൻ പോകുന്നില്ല. അമ്മ സ്വത്ത് തരികയോ തരാതിരിക്കയോ ചെയ്യട്ടെ, ഞാൻ ചെയ്യേണ്ട അങ്ങ് ചെയ്തു. പൊന്നുമധു നോക്ക്, ഇത്രക്കങ്ങ് നല്ലവളായി കളയല്ലേ. നമുക്ക് ഒരുപാട് കാലം കൂടെ ജീവിക്കാനുള്ളതാ. വസന്തേട്ടൻ മിണ്ടാവെന്ന് കിടന്നേ, സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങും. നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചിലപ്പോ ആ അഞ്ജന ചേച്ചിയുടെ ആൾക്കാരെല്ലാം കൂടി ഇളകി മറിഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കും. അതിനെയൊക്കെ നേരിടാനുള്ള സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ എന്തായാലും കിടന്നുറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. അമ്മ